ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മള് വയനാട്ടില് പൂപ്പൊലി ഫെസ്റ്റ് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ചുരം കയറി നമ്മള് ടോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പോട്ട് കൂടി പോണെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു വ്ളോഗിൽ ഉണ്ടാകുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഗൈസ്, നമ്മളിപ്പം ലക്കിടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല കോടയുണ്ട്, അതേപോലെ തന്നെ നല്ല വെയിലും അറച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെയാണല്ലോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊറോട്ടയും ബീഫും ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ മുന്നേയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡാണ് ഇവിടുത്തത്. ഗൈസ്, നല്ല തണുപ്പാണ്. തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നാമത് ബൈക്കിന് വന്നതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തണുപ്പാട്ടോ. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം ഇങ്ങനെ വിറച്ചോണ്ടാണ് ഞാൻ ഇരുന്നത്. ഈ വ്ളോഗ് എടുക്കാൻ പോലും ഫോൺ പിടിക്കാൻ പോലും വയ്യ ഗൈസ്. അത്രയും നല്ല അടിപൊളി തേയിലത്തോട്ടം പാക്കറ്റ് കാണിച്ചത്. കണ്ടോ, നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നല്ല അടിപൊളി ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാട്ടോ നിൽക്കുന്നത്. നമ്മൾ ഈ റൂട്ടിന് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പടിഞ്ഞാറത്തറ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടാണ്. നല്ല അടിപൊളിയാണ്. ഇത് നോക്ക്, അവിടെയൊക്കെ ഫുൾ തേയിലത്തോട്ടാ. ഈ റൂട്ടിന് പോവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ തേയിലത്തോട്ടത്തിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാം. ബാണാസുര ഡാമിൽ പോയിട്ടുണ്ടോ? ബാണാസുര ഡാമിന്റെ റിസർവോയർ ആണ് കേട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നത്. 13-ാം മൈലിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സ്ഥലത്തിന്റെ ആ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ടിന് പോയത്. ഇനി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ പൂപ്പൊലി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എത്തിയിട്ടാണ്. നിങ്ങളിപ്പോ അവിടെ ഒരു ചെടി കണ്ടില്ലേ? ഇതുവരെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ആ ഒരു ചെടി കാണുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരുപാട് വീട്ടിൽ ആ ഒരു ചെടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ചെടി ഇതുവരെ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സെൻറ്റ് മാർട്ടിൻസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഇവിടെ എന്നുള്ളത്? ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇൻട്രോയിൽ നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല എന്നുള്ളത്. അപ്പം നമ്മൾ അവിടെ എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരെ ഈ ഹോസ്പിറ്റലിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീസണൊക്കെ ഇനി ബാക്കി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ ബീഫ് കഴിച്ചില്ലേ, അത് ഫുൾ അലർജി ആയിട്ട് സ്കിന്നിൽ മൊത്തം അവിടെ ഫുൾ പൊന്തിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പൂപ്പൊലിന്റെ അവിടെ ടിക്കറ്റ് എത്തണ വരെ അവിടെ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ചൊറിയാൻ തുടങ്ങിയത്. അപ്പൊ ഗൈസ്, എന്നോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് മെഡിസിനും തന്നു. 2 ഇഞ്ചക്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ നിന്ന ശേഷം എഗെയിൻ പൂപ്പൊലി ഫെസ്റ്റിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡൽട്സിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 70 റുപ്പീസും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 35 റുപ്പീസും ആണ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിതാ പൂപ്പൊലി ഫെസ്റ്റിന്റെ ഇവിടെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി
ഇതാ പൂപ്പൊലി ഫെസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലർജി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണോ എന്ന് അറിയില്ല, പക്ഷേ എന്തോ ഒരു അലർജി ഉണ്ട്. അപ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് അലർജി ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്കിതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഓക്കെ ആണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തി എന്താ പറയുക കണ്ടു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ ക്യാബേജിൻ്റെയും പിന്നെ ഈ ഒരു ചെടി എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പച്ചയില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയണേ. ഗൈസ് ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ചെടിയൊക്കെ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ പേർപ്പിൾ മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളതാ ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് ആ ഒരു ട്രീ ഉണ്ട് കേട്ടോ. ഗൈസ് നല്ല അടിപൊളി ഓറഞ്ച് കളറല്ലേ, നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞയും പേർപ്പിളും അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ കൂടുതലും. ഗൈസ് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു ചെടി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടേ. ഇതിൻ്റെ പേരെന്താന്നുണ്ട് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ചുരിദാറിന് മാച്ചാണല്ലോ. ഗൈസ് ഇവിടെ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. ഇപ്രാവശ്യം ഈ ഒരു ഭാഗത്ത് ഫുള്ള് സൂര്യകാന്തി ആട്ടോ അവർ നട്ടിട്ടുള്ളത്. പക്ഷെ ഫ്ലവർ അങ്ങോട്ട് വിരിഞ്ഞ് വന്നിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇതാ വേറൊരു സാധനം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഒരു മരത്തിൽ ഇങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഗൈസ് ഇവിടെ ഫുള്ള് ഡാലിയാണ് കേട്ടോ. ഡാലി തന്നെയാണെന്ന് തോന്നുന്നു. വലിയ വലിപ്പമുള്ള നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിങ്ക്, പേർപ്പിൾ, വൈറ്റ്, യെല്ലോ അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് ചെടിയാണല്ലേ, നല്ല ഡാർക്ക് പേർപ്പിൾ കളറും പിന്നെ റെഡ് കളറും. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, മാനിൻ്റെ പ്രതിമയാണ്. ഇവിടെ അവോക്കാഡോൻ്റെ ഒരു സ്റ്റാച്യു എന്ന് പറയാൻ പറ്റില്ല, ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ലേക്കിൽ ഇപ്രാവശ്യം ഒരു അരയന്നത്തിൻ്റെ ആ ഒരു മോഡലാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നൈറ്റിലാവുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ, ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട്. ചെട്ടി കണ്ടോ, ഇവിടുത്തെ ചെട്ടി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്രാവശ്യം അതേപോലെ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് വേറെന്തോ ഒരു ടൈപ്പ് ഫ്ലവറാണ്. ഇന്നൊന്നും പേരൊന്നും ഇവരിവിടെ വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാ ഫ്ലവർ എന്ന് അറിയാൻ പറ്റൂല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു കോസ്മോസ് ലുക്ക് ഉണ്ട് കാണാൻ ഇടയിലൊക്കെ. ഇവിടെ വേറെ പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണാവോ, പക്ഷെ ഒന്നിൻ്റെ പേരില്ല. ജമന്തിയാണ് തോന്നുന്നുണ്ട് അല്ലേ. ആ ഒരു ഡാർക്ക് പിങ്ക് കളറിലൊക്കെ വരുന്നത് ജമന്തിയാണ്. ജമന്തിൻ്റെ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ജമന്തി തന്നെയാണ്. നമ്മൾ ഓണത്തിനൊക്കെ പൂവിടുമ്പോൾ വാങ്ങുന്ന അതൊരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൂപ്പൊലി ഫെസ്റ്റിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സംഭവം വരുന്നത് ഇവിടെയാണ്. ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സൂചിൻ്റെ, അതായത് ഒരു ക്ലോക്ക് പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൈം നോക്കിയപ്പം ഇപ്പോൾ ക്ലോക്കിൽ അതിൽ സമയം 2 മണി ആയിട്ടുണ്ട്. നമ്മുടെ വാച്ചിലെ ടൈമും 2 മണി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഓടപ്പൂ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഓടപ്പൂ അല്ലല്ലോ, ഓടപ്പൂവാണ് തോന്നുന്നില്ല. വേറെ എന്തോ ഒരു ടൈപ്പ്, പക്ഷേ പല കളേഴ്സ് ആയിട്ടുള്ളതാണ്. ഇവിടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫുൾ നല്ല തിരക്കാട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, പക്ഷെ എന്നിട്ട് ഒരുപാട് ആളുകളുണ്ട്. അടുത്തത് ഇവിടുത്തെ കവാടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ലീഫ് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഗൈസ് അവിടെ ഒരു കരടി കണ്ടോ? ഈ കരടീനെ നെഞ്ചത്ത് കണ്ടോ ഒരു ബാറ്റിന്റെ, ഇത് വവ്വാലിന്റെ ബാറ്റ്മാൻ കരടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ലവ് ചിഹ്നം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈശ്വര ചേര് ഇവിടെ ഇപ്പോൾ ഒരു ചൊറി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. പൂപ്പൊലി 2026 ഇതാണ് കേട്ടോ ആ ഫുൾ വ്യൂ. നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു സംഭവത്തിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. ഇത്രയും വൈഡായിട്ടാണ് അവർ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് നേരിട്ട് കാണണം കേട്ടോ. കാരണം ഈ വീഡിയോയിലൊന്നും കാണുന്ന ഭംഗിയേ അല്ല, നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ ഭാഗം ഫുള്ള് റോസസ് ആട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയ്ക്ക് ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഇപ്രാവശ്യം റോസിൽ. ഇത് വേറൊരു വെറൈറ്റി ചെട്ടി, അതായത് നമ്മുടെ നോർമൽ ഓറഞ്ച് ചെട്ടീൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. രസമുണ്ടല്ലേ കാണാൻ? ഇവിടെ വിത്തുകൾ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വിത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ അതേപോലെ തന്നെ പല സാധനത്തിൻ്റെയും. പിന്നെ ഇത് ഫുള്ള് മിഠായികളാണ്. പണ്ടത്തെ നൊസ്റ്റാൾജിക് കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത് ഫസ്റ്റ് ഡേ ആട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫുൾ ഷോപ്പുകളായിരുന്നു. ഇവിടെ ഫുൾ ഒരുപാട് തൊപ്പിയുടെ കളക്ഷൻസ് ആണ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാറ്റ്സ് ഉണ്ട്. ഇവിടെ കുറേ കമ്മലുകൾ വിലക്കുറവിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ മെഡിക്കൽ എക്സിബിഷൻ കൂടി നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരുപാട് ചെടികൾ ഇങ്ങനെ സെയിലിന് വെച്ചിന്. ഇതിന്റെ പേര് ഫോളിയേജ് ചെടി എന്നുള്ളതാണ്. അത്രയും വലിയൊരു ഹോളാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താമരയാണോ ആമ്പലാണോ എന്നറിയില്ല, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാപ്പിത്തൈ കിട്ടും കേട്ടോ. 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാപ്പി ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് വാങ്ങാത്തത്. ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ കൊടംപുളീൻ്റെ ചെടിയൊക്കെ ഉണ്ട്. കൊടംപുളിക്ക് റേറ്റ് 100 റുപ്പീസ് ആട്ടോ. പിന്നെ ഗ്രാമ്പൂ, പിന്നെ സിനമൺ, പിന്നെ റംബൂട്ടാൻ്റെ തൈകളുണ്ട് 25 രൂപയാണ്. പിന്നെ സ്ട്രോബെറി, പേരയ്ക്കൊക്കെ 20 രൂപയാണ് കേട്ടോ. ഗൈസ് അവോക്കാഡോൻ്റെ ചെടി, മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു അതിൻ്റെ തൈയാണ് 50 റുപ്പീസ്. നമ്മളൊരു മാംഗോസ്റ്റീൻ എടുത്തു കേട്ടോ. അതിൻ്റെ ഒരു തൈ ഇവിടെയാണ് അതിൽ അടിക്കുന്ന സ്ഥലം. അടിപൊളി വൈറ്റ് കളറിലുള്ള വലിയ റോസ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ അന്ന് കണ്ട ആ ഒരു കവാടം പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ കിളികളും പക്ഷികളും അതുപോലെ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ വരുന്നത്. ഇപ്രാവശ്യം ഈ കവാടം ഫുള്ളായിട്ട് ഈ ചെടി പടർന്നിട്ടില്ല കേട്ടോ. ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ പെറ്റ് ഷോ ഉണ്ട് കേട്ടോ. സ്നേക്ക് അങ്ങനെ എല്ലാം കൂടി വരുന്ന. ഇതിൻ്റെ ഉള്ളിൽ മുയലുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് മുയലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രേ കളറാണ്. അന്ന് വന്ന സമയത്ത് ഇതേപോലത്തെ ഒന്നായിരുന്നു, പക്ഷെ അന്ന് 2 മുയലുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് 1 ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗിനിപ്പന്നികളാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഫേസ് നല്ല രസമുണ്ട്. ഒരു പൂച്ച ഉണ്ടല്ലോ, ആ പൂച്ചേന്റെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ അവരുടെ കളേഴ്സ് വരുന്നത്. നമ്മള് നേരത്തെ കണ്ട മുയൽ ഇതാ ഇങ്ങനെ തമിഴിന്ന് കിടന്നിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ.
നല്ല രസമുണ്ടല്ലേ. അടുത്ത ഗൈസ് നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവൻ കോഴിയാട്ടോ. നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ഈ കാണുന്നത് വാത്ത എന്നാട്ടോ പേര് കൊടുത്തിട്ടുള്ള. അതിന്റെ ആ ബ്രീഡ് നെയിം വാത്ത എന്നുള്ളതാണ്. നല്ല വലിയ കഴുത്തൊക്കെ ആയിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് താറാവാണ് ഗൈസ്. കോഴിക്കുട്ടികൾ ഗ്രാമസ്. പിന്നെ വെറൈറ്റീസ് ഓഫ് ഒരുപാട് ടൈപ്പ് കോഴികളുണ്ട് കേട്ടോ. പോളിഷ് ക്യാപ്പ്, സിൽവർ ലീഡ്സോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴികളാണ് ഗൈസ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തത് ഫുള്ള് പ്രാവുണ്ട് കേട്ടോ. ഇനം വരുന്നത് ഫാൻറ്റെയിൽ എന്നുള്ളതാണ്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിളി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഒരു കോഴീനെ കൊളംബിയൻ ബ്രഹ്മ എന്നാട്ടോ ഇതിന്റെ പേര്. നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു ഷേപ്പ് കണ്ടോ, നല്ല സൈസാണ് ആള്. ഇവിടെ ഒരു തത്ത വെള്ളത്തിൽ കുളിക്കുന്നു. ഇപ്രാവശ്യം ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു മുത്തശ്ശീന്റെ സ്റ്റാച്യു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളിങ്ങനെ മുടിയൊക്കെ എന്തുകൊണ്ടോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചു നേരമൊക്കെ ഇവിടെ കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ വന്നിരിക്കുകയാണ്. ഗൈസ്, പിന്നെ ഇത് ഈ ഒരു ഭാഗത്തിന്റെ ഏറ്റവും പുറകുവശം വരുന്ന ഭാഗമാണ് കേട്ടോ. അവിടെ അതുപോലെ ഫുള്ള് ഡാലിയ, അതേപോലെ തന്നെ ഒരു മയിലിന്റെ പീല് പോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടേ. അതിങ്ങനെ ഫുള്ള് അവിടെ വരെ പീല് ശരിക്കും വിടർന്ന് നിൽക്കണ പോലെ കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാപ്പി ഉണ്ട് കേട്ടോ. ഇതിന്റെ ചെടി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാങ്ങിയില്ല. കാരണം നമ്മുടെ അവിടെ നാട്ടിലുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കണ്ടോ, ഫുള്ള് കാപ്പിക്കുരു. ഇവിടെ നമ്മൾ പെട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കേറിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗമാണ്. പിന്നെ ഇവിടെ ഫുള്ള് ബോഗൻവില്ല ഉണ്ട് കേട്ടോ. പല കളേഴ്സ് ഉണ്ട്. ഒരു കിണറും അതിന്റെ നടുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പൂട്ടോ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് പെട്ടെന്ന് കാണുമ്പോൾ കുഞ്ഞു പൂമ്പാറ്റകളെ പോലെയുള്ളൊരു ഡിസൈന്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു പോത്തുണ്ട്. നമ്മൾ രണ്ടാമത് വന്നപ്പോ ഇവിടെ ഫൗണ്ടെയിൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇവിടെയാണ് കേട്ടോ ഈ ഒരു പൂപ്പൊലി ഫെസ്റ്റിന്റെ എൻട്രൻസ് വരുന്നത്. ഇതൊരു വെറൈറ്റി കളറ്. ഇവരെ അങ്ങനെ ജമന്തിയിൽ കാണാത്തൊരു കളർ കേട്ടോ. അതേപോലെ തന്നെ ഇതും. ഇവിടെയാണ് കൺട്രോൾ റൂം വരുന്നത്. ഈ ഒരു വീടിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്, അതിന് തൊട്ട് ബാക്കിലാണ്. പിന്നെ ഇനിയും തീർന്നിട്ടില്ല, ഒരുപാട് ഈ ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. ഇതാ എൻട്രി, നമ്മൾ കടന്നു വരുന്ന ഭാഗത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഇതുള്ളത്. ഫുള്ള് ജമന്തി കേട്ടോ. അതും നേരത്തെ കണ്ട പോലെയല്ല, നല്ല വലിയ ജമന്തിയാണ്. ഇവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടു, നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ അവോക്കാഡോന്റെ മരാട്ടോ ഇത്. ഫുള്ള് അത് ഉണ്ടായിട്ട് ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഫുള്ള് മൊത്തം കണ്ട് തിരിച്ച് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു സെയിം സ്പോട്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്ളോഗ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും കയറുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. നല്ല ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ലക്കിടി വ്യൂ പോയിന്റിൽ നിർത്താനൊന്നും കഴിഞ്ഞില്ല, അത്രയും ബ്ലോക്കാണ്. ഇവിടെ ഒരു KSRTC ബസ് വളയ്ക്കാൻ വേണ്ടിയിട്ട് പാടുവിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയും കുറേ നേരം നമുക്ക് ടൈം പോയേ, ആ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട്. ഫുള്ള് ബ്ലോക്കാട്ടോ. നമ്മളിവിടെ വെയിറ്റിംഗാ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു താർ ഈ ബ്ലോക്കിന്റെ ഇടയിൽ ഓഫായി പോയിട്ടോ. അങ്ങനെ നല്ലൊരു ആള് പോയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ, തള്ളിയൊക്കെ കൊടുത്ത് സെറ്റാക്കി. 2 വണ്ടി കേട് വന്ന് കിടക്കുകയായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ഫൈനലി ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ചോരൊക്കെ ഇറങ്ങി വന്ന് കൈതപ്പോയിൽ എത്തിയിണ്ടേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ എന്താണ് മധുഹൂത് കണ്ടിട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ഹോട്ടലായിരുന്നേ. അപ്പൊ നമ്മുടെ ഫുഡ് ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നേ. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ മന്തി തന്നെയാണ് നല്ലത്. ന്യൂ ഇയർ ഒക്കെ അല്ല, അപ്പൊ നമുക്ക് പോയിട്ടൊരു കേക്ക് വാങ്ങി വരാം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കേക്ക് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ചോക്ലേറ്റ് റെഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്.